Here we have Ananya, who's one of our school toppers of last year's class 10 batch. ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു ആക്ച്വലി എൻ്റെ റിസൾട്ട് വന്നപ്പോൾ. ചേച്ചി എത്ര സമയം പഠിക്കുമായിരുന്നു ഡെയിലി ബേസിസ്? ചില ദിവസം നമുക്കൊരു പീക്ക് ഡേ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ നല്ല രീതിയിൽ കവർ ചെയ്യും പോർഷൻസ്. ചേച്ചിക്ക് ഇപ്പോൾ ഫുൾ A+ കിട്ടി. അതിൽ ഒരു കീ ഫാക്ടർ എന്താണ് ചേച്ചിയുടെ സക്സസ്സിൽ? എൻ്റെ ഹാർഡ് വർക്ക്, അത് ഞാനൊരു കീ ഫാക്ടറായിട്ട് പറയും. കാരണം പഠിക്കുന്ന സമയം ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു, കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ചിന്മയ മിഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ടീച്ചർ സ്റ്റുഡൻറ് റിലേഷനെയും കാട്ടി നമ്മൾ ഒന്ന് ഫസ്റ്റ് ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുൾ സന്നാഹത്തോടെ അവരവിടെ കാണുന്നു. Hello, I'm Navanita. I'm currently studying in class 10. Here we have Ananya, who's one of our school toppers of last year's class 10 batch. Welcome, Ananya. താങ്ക് യു നവനീത. So, first of all, ചേച്ചിയുടെ റിസൾട്ട് കണ്ടപ്പോൾ ചേച്ചിക്ക് എന്താണ് ഫീൽ ചെയ്തത്? ട്രൂലി പറയുമ്പോൾ ഇറ്റ് വാസ് അൺബിലീവബിൾ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ആയിരുന്നു. കാരണം കരിക്കുലം മാറി, ടെക്സ്റ്റ് മാറി, ക്വസ്റ്റ്യൻ മാറി. അപ്പോൾ ലൈക്ക് ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു ആക്ച്വലി എൻ്റെ റിസൾട്ട് വന്നപ്പം. കാരണം ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു, ബട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഫുൾ A+ലോട്ടൊന്നും എത്തത്തില്ല എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഏത് സബ്ജക്റ്റ് ആയിരുന്നു പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്? കെമിസ്ട്രിയാണ് കുറച്ച് തോന്നിയത്. കാരണം കെമിസ്ട്രി അങ്ങനെ പാടുള്ളൊരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലല്ല, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഭയങ്കര പാടായിരുന്നു. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇതുവരെ ആ ടെക്സ്റ്റ് പഠിച്ചിട്ട് ഒന്നും പഠിക്കാത്തൊരു ഫീലാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ SLC സമയമായപ്പം എന്നെ സംബന്ധിച്ച് കെമിസ്ട്രിയാണ് കുറച്ച് പാടായിട്ട് വന്നത്. അതിന് മുമ്പ് വരെ അങ്ങനെ പാട് എന്നൊരു സബ്ജക്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വലിയ കുഴപ്പമില്ലാതെ എല്ലാ സബ്ജക്റ്റും ഓക്കെ ആയിട്ട് പോകുന്നു. പക്ഷേ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് ആ കെമിസ്ട്രി എനിക്കൊരു പേടി വന്നു തുടങ്ങി. കാരണം മോഡലിൽ ചോദിച്ചതുപോലെ SLCക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? കാരണം ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി എന്ന് തന്നെ പറയാം. എനിക്ക് പേപ്പറിൽ എഴുതാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ കെമിസ്ട്രിയാണ് ഞാൻ പറയാം ടഫ് സബ്ജക്റ്റ്. ചേച്ചി കെമിസ്ട്രിക്ക് കുറച്ചുകൂടി എംഫസിസ് കൊടുക്കുമായിരുന്നു? എന്ന് വെച്ചാൽ കെമിസ്ട്രി എനിക്ക് കൺസെപ്റ്റ്സ് അറിയാം, ബട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ ഞാൻ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ മോഡൽ എക്സാം നല്ല പാടായിരുന്നു ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം ടീച്ചർ ഭയങ്കര ആക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്തു. ടീച്ചർ പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതുപോലത്തെ പല ടൈപ്പ് കൺസെപ്റ്റ്സും ടീച്ചർ പറഞ്ഞു തന്നപ്പോൾ പിന്നെ എനിക്ക് ആ പേടി പതുക്കെ കുറഞ്ഞ് ഇപ്പം ഫുൾ A+ വരെ എത്തി. ചേച്ചി എത്ര സമയം പഠിക്കുമായിരുന്നു ഡെയിലി ബേസിസ്? ഞാൻ ആക്ച്വലി ഡെയിലി ബേസിസിലല്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നിയാൽ ഞാനൊരു 1 to 2 hours, അങ്ങനെ ഒരു 1 to 2 എന്നല്ല. എനിക്ക് ചില ദിവസം നമുക്കൊരു പീക്ക് ഡേ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ നല്ല രീതിയിൽ കവർ ചെയ്യും പോർഷൻസ്. പിന്നെ എക്സാംസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഷെഡ്യൂൾ ചെയ്യും. ബോർഡ് എക്സാമിൻ്റെ സമയത്താണെങ്കിലും മോഡൽ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഷെഡ്യൂൾഡ് ടൈം ടേബിൾ വെച്ചിട്ടെന്ന് വെച്ചാൽ ഹെക്റ്റിക് ആവാത്ത രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് സ്ട്രെസ് കുറച്ച് ചെയ്തു. ചേച്ചി ഇപ്പം നമുക്കും തുടങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും, പഠിക്കണം, ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിരിക്കും. പക്ഷെ ലാസ്റ്റ് ഒരു ഇടയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് കാണില്ല. പക്ഷെ ചേച്ചി എങ്ങനെയാണ് ത്രൂ ഔട്ട് ദി ഇയർ മോട്ടിവേറ്റഡ് ആയിരുന്നോ ചേച്ചി, അതോ ലാസ്റ്റ് മിനിറ്റിലാണോ ചേച്ചി കയറി വന്നത്? സീരിയസ്ലി നമ്മൾ പറയുന്ന സമയത്ത് നമ്മളായിരിക്കണം നമ്മളെ മോട്ടിവേറ്റേഴ്സ്, നമ്മൾ തന്നെ. കാരണം നമ്മളെ സ്ട്രഗിള് നമ്മളെക്കാൾ മനസ്സിലാക്കുന്ന ഒരാളില്ല. എല്ലാവരും പറയും പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഒബ്വിയസ്ലി അവരെല്ലാവരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അവരെല്ലാവർക്കും നമ്മളെ പ്രശ്നങ്ങൾ മനസ്സിലാവും. ബട്ട് നമ്മൾ ചില പോയിന്റുകളുണ്ട് ഇൻ പോയിന്റ് ഓഫ് ലൈഫ് നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ആരടുത്ത് എന്ത് പറഞ്ഞിട്ടും അവരെ ഒരു റിപ്ലൈസ് നമുക്കൊരു കൺവിൻസിങ് ആയിട്ട് തോന്നത്തില്ല. അപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ആദ്യത്തെ സമയത്തൊക്കെ ഐ വാസ് ഓക്കെ, വലിയ മോട്ടിവേഷൻ ഒന്നും ആവശ്യം വരാതെ പോയി. ബട്ട് പിന്നെ ഈ ലാസ്റ്റ് പ്രീ മോഡലൊക്കെ കയറി സമയത്ത് എന്ന് വെച്ചാൽ മോഡൽ IT എക്സാമിൻ്റെ മോഡൽ തൊട്ട് ഒരു ടെൻഷൻ വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ ബോർഡ് എക്സാം ആണ്, ഫസ്റ്റ് ബോർഡ് എക്സാം, മാർക്സ് ഭയങ്കര വാല്യൂ ഉള്ള മാർക്സ് എന്നൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് സമയം വന്നപ്പം ടെൻഷൻ വന്നു തുടങ്ങി. പിന്നെ പഠിക്കാനുള്ളത് പഠിച്ച് ചെയ്യാനുള്ളത് ചെയ്യാന്നുള്ള സ്വന്തമായിട്ടുള്ള മോട്ടിവേഷനിൽ അങ്ങ് പോയി. ചേച്ചി എങ്ങനെയാണ്, രാവിലെ ആണോ അതോ രാത്രിയാണോ പഠിക്കുന്നത്? ഏതാണ് ചേച്ചിക്ക് നല്ലതായിട്ട് തോന്നുന്നത്? എനിക്ക് എൻ്റെ ഒരു ഐഡിയൽ സമയം എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എണീച്ച് ഒരു ബാക്ക് ടു ട്രാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു ട്രാക്കിൽ വരാനായിട്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ രാവിലെ എണീച്ച് കഴിയുമ്പോൾ എനിക്ക് ആ ടൈം അത്രയും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ
എനിക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഹെഡ് ഏക്കിൻ്റെ ഇഷ്യൂസൊക്കെ എനിക്ക് ഇടയ്ക്ക് വരും. അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഫ്ലോ കിട്ടും, നല്ല രീതിയിൽ എനിക്കൊരു കോൺസെൻട്രേറ്റിംഗ് ടൈം എനിക്ക് രാത്രിയാണ് തോന്നിയിട്ടുള്ളത്. ചേച്ചി ഉറങ്ങുന്നത് ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഉറക്കം കീ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ചേച്ചി എത്ര മണിക്കൂർ ഉറങ്ങുമായിരുന്നു? എങ്ങനെയാലും ഞാനൊരു 8 hours ഞാൻ സ്ലീപ്പ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. പിന്നെ എക്സാം ടൈം ആവാറായപ്പം അതൊരു ഏറ്റവും പോയത് 5 hours അല്ലെങ്കിൽ 6 hours. അതിന് മുകളിലോട്ട് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. കാരണം ഞാൻ ഐഡിയലായിട്ട് ഞാൻ പറയുന്നത് ഒരു നൂൺ ടൈം, നമുക്കൊരു 4 o'clock തൊട്ട് ഒരു 6 o'clock വരെ പഠിക്കുക, അങ്ങനത്തെ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവിഷനോ വല്ലതും ഒക്കെ നമുക്ക് രാത്രി ചെയ്യാം. അങ്ങനെ റിവിഷൻ രാത്രി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലിമിറ്റഡ് ടൈം മതി. ഒരു സംഭവം പഠിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു 1 o'clock തീർക്കാമെന്ന് വിചാരിച്ചത് 1 o'clock തീരണമെന്നില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആ സ്ലീപ്പ് പോയി കഴിഞ്ഞാൽ, ഇപ്പം അടുത്ത ദിവസം എക്സാം ഉണ്ടെങ്കിൽ ഈ രാത്രി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടൊരു കാര്യമില്ല, യൂസ് ഇല്ല എന്ന് തന്നെ സിമ്പിളി പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു ഇത് വേണം, നമുക്ക് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ള ഒരു ബോധം നമുക്കുള്ളപ്പോൾ കുഴപ്പമില്ല. ചേച്ചിക്ക് ഇപ്പോൾ ഫുൾ A+ കിട്ടി. അതിൽ ഒരു കീ ഫാക്ടർ എന്താണ് ചേച്ചിയുടെ സക്സസ്സിൽ? ഒരു കീ ഫാക്ടർ എന്താണെന്നാണ് തോന്നുന്നത്? കീ ഫാക്ടർ ഒന്ന് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തേരും പാരൻസ് നല്ല സപ്പോർട്ടീവായിരുന്നു. കാരണം പാരൻസ് എൻ്റെ അടുത്ത് 10 തുടങ്ങി അത് കഴിഞ്ഞും റിസൾട്ട് വരുന്നവരെ അവർ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഫുൾ A+ മേടിക്കണം, ഒന്നും പറഞ്ഞിട്ടില്ല. വാങ്ങിക്കണമെന്നുള്ള കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി സീരിയസ്ലി പറയുകയാണെങ്കിൽ ഞാൻ 10ലാണെന്നുള്ളത് പോലും അവരെന്നെ അങ്ങനെ പ്രഷറൈസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഭയങ്കര നല്ല രീതിയിലുള്ള സപ്പോർട്ട്. എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് മറ്റേ നിങ്ങൾ 10ലാണ് പഠിക്കുക അങ്ങനെയുള്ള രീതിയിലല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ, പുതിയ കരിക്കുലമാണ് അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ആണെന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞൊരു നമുക്കൊരു ഹോംലി ഫീല് വരും. സ്കൂളിൽ വരുമ്പോഴും ആയാലും നമുക്ക് മൊത്തത്തിൽ ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് പറയുന്ന കേൾക്കുമ്പം എന്ന് വെച്ചാൽ നമ്മളെ കഴിവിൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടെന്ന് കാണുമ്പം നമുക്കൊരു ഇത് തോന്നും. പിന്നെ എൻ്റെ ഹാർഡ് വർക്ക് അത് ഞാനൊരു കീ ഫാക്ടറായിട്ട് പറയും. കാരണം ഞാൻ പഠിക്കുന്ന സമയം ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു, കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. പിന്നെ എൻ്റെ സ്ട്രെസ്സ് അല്ലെങ്കിൽ എൻ്റെ ടെൻഷൻ ഒരിക്കലും എന്നെ ഓവർ പവർ ചെയ്യാതെ ഞാൻ നോക്കി. ചേച്ചി ഏതെങ്കിലും ഒരു ടീച്ചറിനെ ചേച്ചിക്ക് എടുത്തു പറയാനുണ്ടോ? അതായത് ഈ ടീച്ചർ കാരണമാണ് എനിക്ക് സക്സസ് കിട്ടിയത്. ഓബ്വിയസ്ലി എല്ലാ ടീച്ചേഴ്സിൻ്റെ ഒരുമിച്ചുള്ള ഒരു എഫേർട്ട് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഒരു ടീച്ചർ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരുന്നു എപ്പോഴും? എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിന് നവനീത പറഞ്ഞതുപോലെ തന്നെ ഓരോ ടീച്ചേഴ്സാണ്. സോ ഓരോരോ പോയിന്റിൽ ഓരോ ടീച്ചർ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഹിസ്റ്ററി ഹരിജ ടീച്ചർ, കെമിസ്ട്രി വന്നപ്പോൾ ഷിഞ്ചു ടീച്ചർ, എല്ലാവരും അവരവരുടേതായ രീതിയിൽ അവരെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാകുന്ന തോന്നുമ്പോൾ തന്നെ അവർ പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ഓക്കെ ആണ്, ശരിയാവും. പിന്നെ IT സമയത്ത് വന്നപ്പോൾ എനിക്ക് പ്രാക്ടിക്കൽ ഐ വാസ് ഓക്കെ, എനിക്ക് വലിയ കുഴപ്പമില്ല, ചെയ്യാനറിയാം. ബട്ട് എനിക്ക് പൊതുവെ എനിക്ക് തിയറി പാർട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ടെക്സ്റ്റ് വായിച്ചിട്ടാണെങ്കിലും ഒരു ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ വന്നപ്പോൾ പ്യുവർ തിയറി ആയപ്പോൾ എനിക്ക് അത്ര കിട്ടിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞ് മീൻസ് എൻ്റെ ഒരു പ്രീ മോഡൽ കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു നിനക്ക് പ്രശ്നം ലാബല്ല, നീ ചെയ്യും, അത് എൻ്റെ കോൺഫിഡൻസ് ആണ്. ബട്ട് നിനക്ക് തിയറിയാണ് പ്രശ്നം, തിയറി നീ നന്നായിട്ട് പഠിക്കണം. ഇൻ ദ സെൻസ് നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ ജസ്റ്റ് നന്നായിട്ട് ഒരു 3 to 4 times ടെക്സ്റ്റ് വായിക്കുക, അതിന് നോക്കുക, എന്നിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അയച്ചു തരും, അത് നോക്കുക എന്ന് പറഞ്ഞു. അതെനിക്ക് ആക്ച്വലി നല്ലൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം IT തിയറി മാർക്ക് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ടീച്ചറിൻ്റെ സപ്പോർട്ട് കൊണ്ട് അതിന് A+ തന്നെ കിട്ടി. ചേച്ചി അക്കാഡമിക്സ് അല്ല, ചേച്ചിക്ക് ഔട്ട്സൈഡ് എന്തെങ്കിലും ഹോബീസോ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആർട്ടിലോട്ടാണ് കൂടുതൽ പോകുന്നത്. അതും നെയിൽ ആർട്ട്, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. നെയിൽ ആർട്ട്, മെഹന്തി, അതുപോലത്തെ പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എനിക്കൊരു സ്ട്രെസ് റിലീഫ് പോലെയാണ് ഞാൻ ഈ ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ അത് ചെയ്തില്ലെങ്കിലും എനിക്ക് വലിയ ഒന്നും ഇല്ല, ബട്ട് സ്റ്റിൽ ഞാൻ അതിനൊരു ടൈം ടേബിൾ വെച്ച് ഒരു 1 week കഴിയുമ്പം പുതിയ സെറ്റ് പോലെ ഞാൻ ഇങ്ങനെ നെയിൽ ആർട്ടായാലും മെഹന്തി ആയാലും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാനും 10th എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പം ഇത് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിലാക്സ് ചെയ്യാനൊരു സമയം ചേച്ചിക്ക് റിലാക്സ് ചെയ്യാൻ ചേച്ചി സമയം കണ്ടെത്തിയത് എങ്ങനെയാണ്? ഈ ചേച്ചിയുടെ ഹോബീസ് ആയാലും ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും അക്കാഡമിക്സ് മാത്രം വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെങ്ങനെയാണ് ചേച്ചി ടൈം മാനേജ് ചെയ്ത് എങ്ങനെയാണ്? കാരണം മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവരും ടൈം മാനേജ് ചെയ്യാനാണ് കഷ്ടപ്പെടുന്നത്. ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ചേച്ചി? എൻ്റെ ഒരു ഇതിൽ ഞാൻ ഒരു കാര്യത്തിലും ഞാൻ ഒരു പ്രോപ്പർ ടൈം ടേബിൾ വെച്ച് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എനിക്ക് പഠിച്ചൊരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എനിക്ക് ഫുള്ള് സ്ട്രെസ് കയറാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ കോൺസെൻട്രേഷൻ ഡിപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് സ്ട്രെസ് എന്നെ ഓവർ പവർ ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അത് നിർത്തും.
പഠിത്തത്തിൻ്റെ ആ സെഷൻ അവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇരുന്ന് ഞാൻ ഐഡിയാസ് ആലോചിക്കും. നെയിൽ ആർട്ട് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഇരുന്ന് ഐഡിയാസ് ആലോചിച്ച് അത് ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ട്രെസ് റിലീഫ് കിട്ടും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഏറ്റവും ഒബ്വിയസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം പഠിത്തം എന്ന് മാത്രം പറഞ്ഞിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ സ്ട്രെസ്സ് വല്ലാണ്ട് കൂടും. അവസാനം നമുക്ക് അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളെപ്പോഴും ഒരു കഴിവ് എല്ലാവർക്കും കാണും. അത് എന്തോ ചെറുതോ വലുതോ, ഇപ്പം ചിലർക്ക് ബുക്ക് റീഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ വെളിയിലൊക്കെ ഉള്ള നേച്ചറിനെ നോക്കുന്നതും ചിലർക്കുള്ളൊരു ഇതാണ്. നമ്മളത് ചെയ്യുക. അത് വാട്ട് എവർ മേ ബി. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സമയം എന്ന് വെച്ചാൽ ഈ സമയം കൂടെ ഞാൻ പഠിച്ചാൽ എനിക്ക് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, അതൊന്നുമല്ല. കുറച്ച് സമയം അത് വേണം. കാരണം അതുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റഡി ടെക്നീക്സ് എന്താണ് ചേച്ചി യൂസ് ചെയ്തത്? എന്തെങ്കിലും ഒരു സ്പെസിഫിക് രീതിയിലാണോ ചേച്ചി പഠിച്ചിരുന്നത്? ഞാൻ മാത്സിൽ ഇപ്പോഴും ഒരു ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ളത് ടീച്ചർ എനിക്ക് പറഞ്ഞു തന്ന ഒരു പോയിന്റ് നോട്ട് എഴുതുന്ന ഒരു ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഇപ്പോൾ നിനക്ക് അറിയായിരിക്കും ഇഷ്ടം പോലെ ഫോർമുലാസ് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്തോറും ഫോർമുലാസിന് എണ്ണം ഒരു ചാപ്റ്ററിൽ തന്നെ 10-11 ഫോർമുലാസ് ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ആ ചാപ്റ്റേഴ്സിലുള്ള ഫോർമുലാസ് മാത്രം എഴുതി നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ രാവിലെ എക്സാമിൻ്റെ അന്ന് രാവിലെ എല്ലാ ബുക്കും കൂടെ ഓപ്പൺ ചെയ്ത് പ്രാന്താവാതെ നമുക്ക് ഈ ഒരു ഇത് മാത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അതുപോലെ ഞാൻ എല്ലാത്തിനും ഒരു പോയിന്റ് നോട്ട് പരിപാടി നോക്കിയിട്ടുണ്ട്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മൾ എടുത്ത് പഠിച്ചിട്ട് പോവുക. കാരണം എക്സാമിൻ്റെ രാവിലെ നമ്മൾ എല്ലാ ബുക്കും കൂടെ ഓപ്പൺ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഫുള്ള് നമ്മളെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ പഠിച്ചതും കൂടെ നിൽക്കത്തില്ല. അപ്പോൾ എനിക്ക് ബാക്കി സബ്ജക്ട്സിൽ എനിക്ക് കവർ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ എണീച്ചിട്ടാണെങ്കിലും റിവൈസ് ചെയ്യാൻ ടെക്സ്റ്റും നോട്ടും വെച്ച് കവർ ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു. ബട്ട് മാത്സിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ കവർ ചെയ്യാൻ. അപ്പോൾ അതിന് ഈ പോയിന്റ് നോട്ട് എഴുതിയപ്പോൾ എനിക്ക് നല്ല റിലീഫായിരുന്നു. കാരണം ഇത് നോക്കിയാൽ മതി, എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫോർമുലാസ് ഒക്കെ എഴുതിയ ഒരു ഹാൻഡ് ബുക്ക് പോലെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ്. അത് എൻ്റെ ഒരു ഒപ്പീനിയനിലാണെങ്കിൽ അത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ അന്ന് രാവിലെ നമ്മൾ എത്ര സ്ട്രെസ് ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഒട്ടും ടെൻഷനില്ല, സിംപ്ലി പരീക്ഷ എഴുതാനും എത്ര പറയുന്ന ആളാണെങ്കിലും രാവിലെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. ഈ ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്ന ഫോർമുല കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ വരും. അപ്പോൾ ഒബ്വിയസ്ലി ഈ ബുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഈ ഫോർമുലാസ് ഈ ബുക്കിലോട്ട് എഴുതുന്ന സമയത്ത് അത് നമ്മുടെ മൈൻഡിൽ ഒന്ന് വരും, ഇന്നതാണ് ഫോർമുല. അപ്പം ഏറ്റവും റാൻഡമായിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റക്കായി, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ എഴുതിയതിൻ്റെ ഒരു ഓർമ്മ വെച്ച് കിട്ടും. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അത് കിട്ടും. അതുകൊണ്ട് അത് നല്ലൊരു മെത്തേഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി, ഇപ്പോൾ സോഷ്യൽ സയൻസിനെ പറ്റി പറയാനാണ്. അത് ഒബ്വിയസ്ലി കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അതെല്ലാം നമുക്ക് മെമ്മറൈസ് ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ മെമ്മറൈസ് ചെയ്യാൻ ചേച്ചിക്ക് എന്താണ്? ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും മെമ്മറൈസ് ചെയ്യാനാണ് കഷ്ടപ്പെടുന്നത്. അപ്പോൾ മെമ്മറൈസ് ചെയ്യാൻ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടൈംലി അതിനെ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പം നീ ഫസ്റ്റ് ഡേ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് വരെ പഠിപ്പിക്കുക, ഒരു 2 to 3 ടോപ്പിക്സ് അത്രയും പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അതിന് നമ്മൾ വൈകിട്ട് ചെന്നൊന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കുക. ഇത് ഇന്ന ആളാണ് ചെയ്തത്, അങ്ങനെ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഈസി ആവും. പിന്നെ ഹരിജ ടീച്ചർ പറഞ്ഞു തന്നൊരു ട്രിക്കും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഈ ചില പേരുകളൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഹിസ്റ്ററിയിൽ എംപറേഴ്സിൻ്റെ പേരാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് വായിൽ പോലും വരത്തില്ല എന്ന് നമ്മൾ പറയുന്ന ടൈപ്പ് കൈൻഡ് ഓഫ് പേരുകൾ ഒരുപാടെണ്ണം ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ വിളിച്ച് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു തിങ് നമ്മളിപ്പോൾ പറയത്തില്ല ബാഗ് ബുക്ക്, അതിന് പകരം ഇന്ന ആളുടെ ഒരു പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ അത് ഓർക്കും. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ആളെന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ഫുൾ സെൻറ്റൻസ് ആയിട്ട് പഠിക്കാതെ പോയിന്റ് ബൈ പോയിന്റ് ഓർത്ത് വയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അത് നമ്മളെ കൊണ്ട് പറ്റും. മെയിൻ പോയിന്റ്സ് അതിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. പിന്നെ ചേച്ചി, ഇപ്പം കെമിസ്ട്രി ആണ് പാടെന്ന് ചേച്ചി പറഞ്ഞു. തുടക്കം മുതലേ അത് പാടായിട്ട് തോന്നിയോ അത് ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴാണ് എല്ലാം കൂടി വന്നപ്പോൾ കുറേ പോർഷൻസ് ഉണ്ട്, ഇനി ഇത് എങ്ങനെ എഴുതും, അങ്ങനെയാണോ ഫീൽ ചെയ്തത്? അപ്പോൾ കെമിസ്ട്രി തുടക്കം മുതലേ നമ്മൾ 10th പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, അപ്പോൾ കെമിസ്ട്രി തുടക്കം മുതലേ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് വരേണ്ടത്? കെമിസ്ട്രി എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ക്വസ്റ്റ്യൻ വെച്ച്, അത് കെമിസ്ട്രി എന്നുള്ളതല്ല, മാത്സ് ഫിസിക്സ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ വെച്ച് ഒരിക്കലും പഠിക്കരുത്. കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ കെമിസ്ട്രിയിൽ ഇപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തരുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ അതേ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പം വാട്ടറിൻ്റെ ഫോർമേഷനിലായിരിക്കും. അപ്പോൾ കൺസെപ്റ്റ് അറിഞ്ഞുകൂടാത്തൊരു കുട്ടിക്ക് ഒരിക്കലും അത് എഴുതാൻ പറ്റത്തില്ല. മീൻസ് നമ്മൾ പഠിച്ച സംഭവമായിരിക്കും, പക്ഷെ നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ കെമിസ്ട്രി മീൻസ് ആദ്യമൊക്കെ ഐ വാസ് ഓക്കെ, എനിക്ക് വലിയ പ്രശ്നമില്ലാതെ പോയി. എന്ന് വെച്ചാൽ ആദ്യം
കുറച്ചൊക്കെ മെമ്മറൈസ് ചെയ്യാൻ കെമിസ്ട്രിയിലും ഉണ്ട്. നമ്മൾ മീൻസ് എനിക്ക് ലോസ് ഒന്നും പ്രശ്നമില്ലായിരുന്നു, കാരണം ലോസ് ഒക്കെ ആ കൺസെപ്റ്റ് മനസ്സിലായപ്പോൾ എനിക്ക് ഇലാബറേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് എഴുതാന്നുള്ള രീതിയായി. ബട്ട് പ്രോബ്ലംസ് അങ്ങനെയല്ല. കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് അല്ലാതെ അതിലും വേറെ ടൈപ്പ് പ്രോബ്ലംസ് വരാൻ ഭയങ്കര ചാൻസ് ഞാൻ കണ്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. കാരണം എൻ്റെ മോഡൽ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും വലുത്. കാരണം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എനിക്ക് മോഡലിലാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് മുമ്പ് ഒരു 5 to 6 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എനിക്കത് പാടുവരുന്നു എന്ന് പറയുന്നത് ഞാൻ അത്രയും ക്വസ്റ്റ്യൻസിനും കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നപ്പോഴാണ് എനിക്ക് ആ ടഫ് ആയത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്താലും ഇങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രത്യേകിച്ച് കെമിസ്ട്രിയിൽ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഈ സ്കൂളിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇപ്പോൾ പഠിക്കുകയാണ്. ഇപ്പം 11th ഇവിടെ തന്നെയാണ്. 10 years കംപ്ലീറ്റ് ചെയ്തു, 11th സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ചിന്മയ മിഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് തന്നെയാണ്. കാരണം ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷനെയും കാട്ടി ടീച്ചേഴ്സ് നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ബാക്കിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒന്ന് സ്ട്രെസ്ഡ് ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഫുൾ സന്നദ്ധത്തോടെ അവരവിടെ കാണും. കാരണം എനിക്കത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് 10 ആയ സമയത്താണ്. കാരണം 10 ആയപ്പോൾ ഇടയ്ക്ക് മീൻസ് ചില കാര്യങ്ങളാണെങ്കിൽ ക്ലാസ്സിൽ വരാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ ചില പോർഷൻസ് ലാഗ് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് പിന്നെ പഠിപ്പിക്കുന്ന പോർഷൻസ് ഒന്നും മനസ്സിലാകാതെ വന്നപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു ഇന്ന പോർഷനാണ് ഈ സമയത്ത് വരും, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് ഭയങ്കര ആക്റ്റീവ്ലി ചെയ്തു. പിന്നെ SLCൻ്റെ ടൈം ആവാറായപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു കംപ്ലീറ്റ്ലി എല്ലാം പഠിക്കണം അല്ലെങ്കിൽ ബോർഡ് എക്സാം ആണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു നോർമൽ എല്ലാവർക്കും വരുന്ന ടൈപ്പ് ഒരു ടെൻഷൻ വന്ന സമയത്ത് നമ്മൾ പഠിച്ചതുപോലെ എഴുതാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞാൻ ടീച്ചർ അത് പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു അത് നീ പഠിച്ച സംഭവമേ ഉള്ളൂ, അതിനെ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എഴുതേണ്ട, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ വളരെ ആക്റ്റീവ്ലി, ഞാൻ പറയല്ലോ വെറും ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ പോലും അത് മതിയാവില്ല. കാരണം വളരെ ആക്റ്റീവായിരുന്നു. അവരെ കംപ്ലീറ്റ് സപ്പോർട്ടും ഫുൾ ഫാക്കൽറ്റീസും അങ്ങനെ തന്നെ. പ്രിൻസിപ്പൾ ആയാലും എല്ലാവരും നിങ്ങൾ 10ലാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഫ്രീ പീരീഡിൽ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴാലും പ്രിൻസിപ്പൾ വന്നു കഴിഞ്ഞാൽ നമ്മളടുത്ത് പറയത്തില്ല നിങ്ങൾ ഇപ്പോൾ 10ലാണ് നിങ്ങൾ പഠിക്കണം, ഇപ്പോഴും പഠിക്കണം എപ്പോഴും പഠിക്കണം, അങ്ങനെയൊന്നും പറയത്തില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളെ സമയം നന്നായി വെച്ചാൽ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒട്ടും സ്ട്രെസ്സ് തോന്നിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തത്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ സ്കൂളാണ് നമ്മുടെ സെക്കൻഡ് ഹോം എന്ന് പറയാറുണ്ട്. ഹോമെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും ഒരു ലവ് ആൻഡ് കെയർ നമുക്ക് കിട്ടണം. ശരിക്കും ചിന്മയ വിദ്യാലയ വൈതക്കാട് ഒരു സെക്കൻഡ് ഹോമായിട്ട് ചേച്ചിക്ക് ഫീൽ ചെയ്തിരുന്നു? ഫോർ ഷുവർ. ഈ ഒരു 10 years ഞാൻ പറഞ്ഞല്ലോ, ഈ 10 years കൊണ്ട് ഞാൻ പറയാം സെക്കൻഡ് ഹോം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി സമയം നമ്മൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആകപ്പാടുള്ള നമ്മളെ വെക്കേഷൻ 2 months ഒഴിച്ചാൽ ബാക്കി ഫുൾ ടൈം മോർണിംഗ് ഫുൾ ടൈം നമ്മൾ ഇവിടെയാണ്. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവർ ഫുൾ സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ഹരിവും ഒക്കെ പറയുമ്പോഴും ടീച്ചേഴ്സും തിരിച്ച് ഹരിവും പറയും. നമ്മൾക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു റെസ്പെക്ട് നമ്മൾ പറയത്തില്ല, നമ്മളൊരാളാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ നമുക്കൊരു റെസ്പെക്ട് തരിക. ടീച്ചേഴ്സ് അങ്ങനെയാണല്ല, നമ്മൾ മറ്റേ സ്റ്റുഡൻസ് ആണ്, നമ്മൾ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അങ്ങനെ രീതിയിലല്ല. നമ്മളെന്ന ഇൻഡിവിജ്വലിനെ അവരെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി. കാരണം ടീച്ചേഴ്സ് എപ്പോഴും നമ്മളെ പൊട്ടൻഷ്യൽ അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അവരെപ്പോഴും പറയും ഇന്ന കാര്യത്തിൽ ഇയാൾക്ക് ഇത്ര പൊട്ടൻഷ്യൽ ഉണ്ട്, ഇനിയും വർക്ക് ചെയ്താൽ മാത്രം മതി, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എപ്പോഴും അവർ പറയുന്ന സംഭവമാണ്. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിളിച്ചോളൂ, എപ്പോഴും നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട്. ആ ഒരു ഉറപ്പാണ് നമുക്ക് ഏറ്റവും ആദ്യം ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമുക്ക് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ നമ്മളൊന്ന് താഴോട്ട് പോയാൽ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ പാരൻസ് നമ്മൾ എന്നും സപ്പോർട്ട് ചെയ്യും. ബട്ട് സ്റ്റഡീസിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പം നമ്മൾ 10th കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എല്ലാ പാരൻസിനും അത് അത്രയും പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒന്ന് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ആരടുത്ത് ഹെൽപ്പ് ചോദിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം എല്ലാവരും പറയുമായിരിക്കും ഗൂഗിളുണ്ട്, ChatGPT ഉണ്ട്, ഇതൊക്കെ വെച്ച് ചെയ്തുകൂടെയും ചോദിക്കും. ബട്ട് അതിനപ്പുറത്തേക്ക് ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളെ ഒരു ലെവലിനനുസരിച്ച് അത് പറഞ്ഞ് കൊണ്ടുവെത്തിക്കണം. അതിനൊരു ടീച്ചറിന് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. അത് എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. കാരണം ഞാൻ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്കറിയാം ഇന്ന സംഭവമാണ് എന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം, അപ്പം തന്നെ അവർ ചോദിക്കും, എല്ലാം ക്ലിയർ ചെയ്യും. എൻ്റെ എന്നുള്ള കാര്യമല്ല, ഒരു ക്ലാസ്സിൽ ഇപ്പം 35-36 പേരുണ്ടെങ്കിൽ കൂടിയും അവരെല്ലാവരും ഒരേപോലെ തന്നെയാണ് നോക്കുന്നത്. ഫുൾ സപ്പോർട്ടും കൊടുക്കും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ നല്ല രീതി.
നമുക്ക് തന്നെ തോന്നും ഒരു 35-36 പേര് ഇരിക്കുന്ന ക്ലാസ്സിൽ നമ്മുടെ അടുത്ത് ഇപ്പം നമുക്ക് ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ലാക്ക് ചെയ്ത് പോകും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിക്കുന്ന ആ ടൈം മൊത്തം അവർ നമ്മളെല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടീച്ചേഴ്സിന് മനസ്സിലായി വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ടീച്ചർ പറയും ആ ടോപ്പിക്ക് മനസ്സിലായില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞത് എന്ത് മനസ്സിലായില്ല. അല്ലെങ്കിൽ എപ്പോഴും ടീച്ചേഴ്സ് പറയുന്ന കാര്യോട് യു ആർ ഫ്രീ ടു ആസ്ക് വാട്ട് എവർ യു മേ ആസ്ക്, ചോദിക്കൂ. എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചാലേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് വിഡ്ഢിത്തമാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് കാര്യം പോലും ചോദിക്കണം എന്നാണ് ടീച്ചേഴ്സ് പറയണം. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ തോന്നുന്നു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും ക്ലാസ്സിൽ മനസ്സിലായി, ഞാൻ എങ്ങനെ ചോദിക്കും എന്നുള്ള ഫീൽ വരും. അപ്പോൾ ടീച്ചേഴ്സ് പറയും നിങ്ങൾ വെളിയിൽ വന്നിട്ട് ചോദിക്കും. ഇൻ്റർവൽ ടൈമിലോ വല്ലതൊക്കെ ടീച്ചേഴ്സിനെ കണ്ട് ചോദിച്ചാൽ ഒരു ടീച്ചേഴ്സും അവർ ഇത്രയും അവർക്ക് ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും. അവർക്ക് എല്ലാ ക്ലാസ്സിലും പോയി അതും പല പല ടൈപ്പ് പിള്ളേരെ എല്ലാ ക്ലാസ്സിലും കണ്ടിട്ട് വന്നിട്ട് ഇരുന്നാൽ കൂടിയും അവർ ഇൻ്റർവെല്ലിനാണെങ്കിലും അല്ലെങ്കിൽ 3:30 കഴിഞ്ഞ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 4:15 വരെ ഈവനിങ് ക്ലാസ് എടുത്തിട്ടാണെങ്കിൽ കൂടിയും അത് ഇരുന്ന് പറഞ്ഞു തരും. ഇരുന്ന് അതും പെട്ടെന്ന് അങ്ങ് ചോദിച്ചതിന് വേണ്ടി പറഞ്ഞു തീർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലായെങ്കിൽ എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് ഉൾപ്പെടെ ഫുൾ ഉറപ്പുവരുത്തിയിട്ട് അവർ വിടാറുള്ളൂ. സോ ലാസ്റ്റ്ലി ഞാൻ ഇപ്പോൾ 10th പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ടെൻഷനുണ്ട്. എല്ലാവരും തുടക്കത്തിൽ പറയും 10th ആണ് പഠിക്കണം. ഇതപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ കാണുള്ളൂ. ചേച്ചിക്ക് എന്ത് അഡ്വൈസാണ് നമുക്ക് തരാനുള്ളത് ആസ് എ ഫോമർ ക്ലാസ് 10 സ്റ്റുഡൻറ്റ്? ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അത് എത്ര പറഞ്ഞാലും നമുക്ക് ഒബ്വിയസ്ലി വരും. ഇപ്പോൾ ആണെന്നില്ലെങ്കിലും കുറച്ചൊരു ഫസ്റ്റ് ടേം എക്സാം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് തുടങ്ങും ഒരു ടെൻഷൻ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എക്സാമിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കുറച്ച് കുറഞ്ഞു പോയാൽ അപ്പോൾ തുടങ്ങും, അയ്യോ ഇത്രയും കുറഞ്ഞു പോയാൽ ഞാൻ ഫൈനൽ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫുൾ പോർഷൻസ് വരും, അങ്ങനെ ഇങ്ങനെയെന്നുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് വരും, ഫോർ ഷുവറാണ്. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം. അല്ലാതെ നമ്മൾ ഒരിക്കലും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടല്ല മാർക്ക് വാങ്ങിക്കുന്നത്, പാരൻസിന് വേണ്ടിയിട്ടല്ല മാർക്ക് വാങ്ങിക്കുന്നത്. ഈ മാർക്ക് കൊണ്ട് ടീച്ചേഴ്സിന് സന്തോഷവും പാരൻസിന് സന്തോഷവും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്ക് ഈ മാർക്ക് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ബട്ട് നമ്മുടെ ജീവിതത്തിന് ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് ഈ ഒരു 10ലെ മാർക്ക്. മീൻസ് അതിന് വലിയ വാലിഡേഷൻ ഉണ്ട് എന്നുള്ളതല്ല, അത് നമ്മളൊരു എക്സാം എഴുതുന്ന ആ ലാഘവത്തോടെ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആവുക, ടെൻഷൻ ആവുക, ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സാം നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് എക്സാം നമ്മളൊരു രീതിയിൽ എഴുതാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം അറിയായിരിക്കും, കാരണം ഇപ്പം തന്നെ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഹൂവർ മേ ബി പാരൻസിൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വരുമ്പം ഒബ്വിയസ്ലി ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മോൾ എത്രാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ മോൻ എത്രാം ക്ലാസ്സിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 10th എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ SSLC 10ല്ലേ SSLC സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അത് എനിക്ക് ഊഹിക്കാം. ഈ ക്വസ്റ്റ്യൻ മതി നമുക്ക് അവരാ SSLC ആണെന്ന് പറയുമ്പോൾ തൊട്ട് നമുക്ക് സ്ട്രെസ് തുടങ്ങുകയാണ്. അവർ പറയുന്ന ഒരു ചെറിയ സംഭവമാണ്, പക്ഷെ നമുക്കത് സ്ട്രെസ്സാണ്. അപ്പം നമ്മളെ എഫേർട്ട് മാക്സിമം എഫേർട്ട് കൊടുക്കുക, പിന്നെ ബാക്കി അങ്ങ് വിട്ടേക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും ഈ പറയാനുള്ള ഈ റിസൾട്ട് കൊണ്ടൊന്നും നമ്മളെ ലൈഫ് ഡിഫൈൻഡ് ആവാൻ പോകുന്നില്ല. ഇതിലിപ്പോൾ ഒരു A+ കുറഞ്ഞെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു A കിട്ടിയില്ല എന്ന് വെച്ചോ നിങ്ങളുടെ ജീവിതത്തിലൊന്നും അതൊരു ഫെയിലിയർ ഒന്നുമല്ല. ഗീവ് യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ ഒരു പോയിന്റ് എല്ലാത്തിനും നമുക്കൊരു ലിമിറ്റ് വേണം. നമ്മൾ കൊടുക്കുന്ന ഹാർഡ് വർക്കിനാണെങ്കിലും എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ചെറിയതായിട്ടൊരു ഫോളോ വന്നാൽ തന്നെ നമുക്കത് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് അസ്. കുറേ അഡ്വൈസ് തന്നു. യു ഗേവ് us എക്സാക്ട്ലി വാട്ട് വി നീഡഡ്. നമുക്ക് ശരിക്കും കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് ഇനി ക്ലാസ് 11ലേക്കൊരു ഓൾ ദ ബെസ്റ്റ് കൂടി. ഇതേപോലെ ഇനി അടുത്ത സ്കൂൾ ടോപ്പറായിട്ട് നമുക്ക് ഇനി കാണണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിനകം സെയിം നവനീത, ഓൾ ദ ബെസ്റ്റ്. പിന്നെ ഒരിക്കലും ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവണ്ട. ഫസ്റ്റ് ബോർഡ് എക്സാം ആണ്, ഓക്കെ സ്ട്രെസ്ഡ് ആവാം, ബട്ട് മെയിൻറ്റെയിൻ യുവർ സെൽഫ്. നിനക്ക് സ്വന്തമായിട്ടൊരു ഇത് വേണം. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ.